ഗുജറാത്ത് റൈറ്റ് ഒരു പ്രധാനപ്പെട്ട പ്ലോട്ടാണിതിൽ. ഗുജറാത്ത് റൈറ്റിൽ നമുക്കറിയാം ബാബു ബജ്രംഗി എന്ന് പറയുന്ന ഒരു ബജ്രംഗ് ദൾ നേതാവുണ്ടായിരുന്നു. അദ്ദേഹം ഈ നരോദ പാട്യ എന്ന് പറയുന്ന കുപ്രസിദ്ധമായ കലാപത്തിലെ പ്രധാനപ്പെട്ട ഒരു കേസാണത്. അതായത് ഗർഭിണിയായ സ്ത്രീയെ കൊല്ലുന്ന ഉൾപ്പെടെ റേപ്പ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഒരുപാട് കേസുകൾ വരുന്ന സംഭവം. അപ്പോൾ ആ കേസിൽ പ്രതിയേർക്കപ്പെട്ട ആളാണ് അദ്ദേഹം പ്രതിയേർക്കപ്പെട്ടതിന് ശേഷം ജാമ്യത്തിലിറങ്ങി പിന്നീട് ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ അവൈലബിൾ ആണ്, എപ്പോഴും അവൈലബിൾ ആണ്. അതിൽ അദ്ദേഹം എങ്ങനെയാണ് ഞങ്ങൾ കൊന്നത് എന്ന് അദ്ദേഹം വളരെ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്, വളരെ വിശദമായിട്ട്. എന്ന് മാത്രമല്ല, ഞങ്ങളെ പോലീസ് പിടിക്കുമ്പോൾ ഞങ്ങളെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിച്ചത് നരേന്ദ്രഭായിയാണ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ നരേന്ദ്രഭായി എങ്ങനെയാണ് സഹായിച്ചത്? ജഡ്ജിമാരെ കൃത്യമായി സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ജാമ്യം ലഭിക്കാൻ, ഞങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള അവസരം നരേന്ദ്രഭായി ഒരുക്കി തന്നു എന്ന് പറയുന്നുണ്ട്. ഫയൽ തുറന്നു പോലും നോക്കാതെ ഞങ്ങൾക്ക് ജാമ്യം കിട്ടി. അപ്പോൾ ഈ ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട MP ആയിരുന്ന ഇഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ സക്കിയ ജാഫ്രി സുപ്രീം കോടതിയിൽ പോയിരുന്നു. അത് വിജയിച്ചില്ല. എന്ന് മാത്രമല്ല, ആ കേസ് കൊടുക്കാൻ കൂട്ടുനിന്ന ആൾക്കാരെ തീസ്ത സത്തൽവാദിന് ഉൾപ്പെടെയുള്ളവരെ കേസെടുക്കണമെന്ന് ഹൈക്കോടതി സുപ്രീം കോടതി വിധിച്ചു ഓർമ്മയുണ്ടാവും. അവിടെയാണ് ഈ സംസാരിക്കുന്ന തെളിവുകൾ നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഈ ബാബു ബജ്രംഗിയോട് സമാനമായ പേരുള്ള ഒരു കഥാപാത്രം ഈ സിനിമയിലുണ്ട്. അപ്പം ഇതിലെവിടെയും ഗുജറാത്ത് കലാപം എന്ന് പറയുന്നില്ല. ഈ ബാബു ബജ്രംഗി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അയാൾ തന്നെ വിളിച്ചു പറഞ്ഞതാണ്.